നല്ല നല്ല പടം സിനിമ നല്ല സിനിമ നല്ല പടം ഹൊററുണ്ട് നല്ല പടം ആവറേജ് ഇങ്ങനെ ഭയങ്കര സംഭവമൊന്നുമല്ല, പേടിക്കാനൊന്നുമില്ല. കോമഡി ആയിട്ട് തോന്നും കുറേ കാര്യങ്ങളൊക്കെ, പക്ഷെ ഓക്കെ 2 മണിക്കൂർ ഓക്കെ കൊള്ളാം. പ്രണവ് അടിപൊളി. പ്രണവിൻ്റെ അഭിനയവും ആക്ടിങ് ഒക്കെ ഒരു രക്ഷയില്ല. പക്ഷെ ആ കഥയും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും കുറേയൊക്കെ. ഇല്ല, പ്രണവിൻ്റെ അഭിനയം അടിപൊളിയാണ്. കുഴപ്പമില്ല, പണ്ട് നമ്മൾ കാണുന്ന പോലത്തെ ഒരു ഹൊറർ മൂവി ടൈപ്പ് അല്ല, പക്ഷെ എടുത്തേക്കുന്ന രീതി ഈസ് വെരി ഗുഡ്, നന്നായിട്ടുണ്ട് എടുത്തേക്കുന്നത്. പ്രണവിൻ്റെ ആക്ടിങ് ഈസ് നല്ലതായിരുന്നു. സ്റ്റോറി കുറച്ചൊക്കെ നമുക്ക് എക്സ്പെക്റ്റഡ് ആണ്, നമുക്ക് ചില സീൻസും കാര്യങ്ങളൊക്കെ ചില സീൻസൊക്കെ അത് നമ്മൾ ഈ ജംപ് സ്കെയർസ് പോലെ കുറച്ച് സീൻസ് ഉണ്ട്. പണ്ടത്തെ ആബീദിയൊക്കെ എന്ന് പറഞ്ഞ സീരിയൽ ഉണ്ടായിരുന്നില്ലേ, നമ്മളിങ്ങനെ ശ്രദ്ധിച്ചിരുന്നിട്ട് പെട്ടെന്ന് പേടിക്കുമ്പോൾ ഒരു ഞെട്ടുണ്ട്. തീരെ മോശമല്ല. നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പേടിച്ചാളത് ഓടെ സ്റ്റോറി നമ്മൾ എക്സ്പെക്റ്റഡ് സ്റ്റോറീസ് ആണ്, എടുത്തേക്കുന്ന രീതിയും അവരുടെ ആക്ടേഴ്സിൻ്റെ ഒക്കെ വർക്ക് നന്നായിട്ടുണ്ട്. വലിയ ഇതൊന്നുമില്ല, കുഴപ്പമില്ല, അത്രേ ഉള്ളൂ. ഏതാ പേടിക്കാൻ മാത്രമൊന്നുമില്ല. ചെറിയ ജംപ് കേസ് ഉണ്ടല്ലോ, അത് ഭയങ്കര കുഴപ്പമില്ല, കണ്ടിരിക്കാം. കൊള്ളാം ബ്രോ, പൊളി, നല്ല വൃത്തിയുണ്ട്. ഓ പിന്നെ കൊള്ളാം, സൂപ്പർ. അത്യാവശ്യം 2 മണിക്കൊള്ളാം, കുഴപ്പമില്ല, കണ്ടിരിക്കാം. കൊള്ളായിരുന്നു, നല്ല പടം. നല്ല സിനിമ ഞാൻ പറഞ്ഞ പോലെ അവർ പറഞ്ഞ പോലെ ഈ ജംപ് സ്കെയർ ഒന്നുമില്ല ഒരുപാട്, പക്ഷെ നമ്മളിങ്ങനെ നന്നായിട്ട് ബുദ്ധിമുട്ടിക്കും സിനിമ. പ്രണവ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഹൊററുണ്ട്, പക്ഷേ നമ്മളൊക്കെ ജീവിക്കുന്ന 21-ാം നൂറ്റാണ്ടിലാണ് എന്നുള്ളതും കൂടെ നമ്മൾ മനസ്സിലാക്കണം. അത് കുറേ നമ്മളൊന്നും പേടിക്കാറില്ല, കുട്ടികൾക്കൊക്കെ പേടിക്കാം. പ്രണവ് നല്ല 10 കോടി ഉടക്കി 100 കോടി കൊയ്യും. നല്ല പടം, നല്ല അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. പ്രണവിൻ്റെ തന്നെ ഡയലോഗ് പറയട്ടാ, വാട്ട് ദ എന്തൊരു പടമാടാ, വാവ്, ജസ്റ്റ് വാവ്, കരിയർ ബെസ്റ്റ്. പ്രണവിൻ്റെ കരിയർ ബെസ്റ്റ് പെർഫോമൻസ്, അതുപോലെ രാഹുൽ സദാശിവൻ്റെ ടോപ്പ് നോച്ച് മേക്കിംഗ്, പൊളി. ക്രിസ്റ്റി സേവിയറിൻ്റെ കിട്ടില്ല BGM ഒക്കെ ഉണ്ടല്ലോ, നല്ല സൗണ്ട് ക്വാളിറ്റി ഉള്ള ഇതുപോലുള്ള തിയേറ്ററിൽ ഇരുന്ന് തന്നെ കാണണം. പേടിക്കാനൊക്കെ ഉണ്ടോ? പേടിക്കാനുണ്ട്. ഞാൻ കുറച്ച് നേരം കണ്ണാടി വെച്ചാണ് കണ്ടത്, പേടിച്ചിട്ട്. ഗംഭീര എക്സ്പീരിയൻസ്, അടിപൊളി സിനിമയായിരുന്നു. നല്ല പേടിക്കും, പിന്നെ പേടിച്ച് പറപ്പിക്കും. ഫസ്റ്റ് ഹാഫ് നമ്മൾ വിചാരിക്കും കുറച്ച് ലാഗാണ്, സെക്കൻഡ് ഹാഫ് പക്ഷേ കിഡില സ്റ്റോറി ബ്രോ, കിഡില സ്റ്റോറി. പ്രണവ് കിഡില ആക്ടിങ് അതിൻ്റെ ഒരു തിരിച്ചുവരവായിട്ട് നമുക്ക് കൂട്ടാം. അത്യാവശ്യം എനിക്ക് അവനൊക്കെ കണ്ട് ഭയങ്കര പേടിയായിരുന്നു. ഒരു എക്സ്ട്രാ പാൻറ് കൊണ്ടുവരുന്ന നല്ലതായിരിക്കും കേട്ടോ. അത്യാവശ്യം നല്ല പേടിക്കാനായിരുന്നു, നല്ല സിനിമയായിരുന്നു. നല്ല പടം, നന്നായി ഇഷ്ടപ്പെട്ടു, പേടിക്കാൻ നന്നായിട്ടുണ്ട്, ഫാമിലിയായിട്ട് കാണാം, കൊള്ളാം. പ്രണവ് നന്നായിട്ട് അഭിനയിച്ചു. കൊള്ളാം, നല്ല പടം. പേടിച്ചു ലാസ്റ്റ്, കൊള്ളാം, നല്ല സസ്പെൻസ് പറയുന്നില്ല, കണ്ടോളൂ. ഓവർ ഹൈപ്പൊന്നുമില്ല, ഒരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് അറ്റംപ്റ്റ് തന്നെയാണ്, പുതിയൊരു വേറിട്ട അനുഭവമായിരുന്നു. ആണ് ഇതിനു മുമ്പ് ഇറങ്ങിയ എല്ലാ പടവും ഹിറ്റായിരുന്നു, അതുപോലെ തന്നെ ഈ പടത്തിനകത്താണെങ്കിൽ പ്രണവിൻ്റെ പെർഫോമൻസ് ഒരു രക്ഷയില്ല. തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ്, അതായത് വളരെ ക്രിസ്പ് ആൻഡ് ഷോർട്ടായിട്ട് സാധനം എടുത്ത് വെച്ചിട്ടുണ്ട്. മീൻസ് നമുക്കൊരു നല്ലൊരു വേറെ എക്സ്പീരിയൻസാണ്, ഫീലിംഗ് ആണ് സംഭവം. കൊള്ളാം, നൈസ് കൊള്ളാം. ഏതായിരുന്നു? നൈസ്, നല്ല പടമാണ്. ഒരു ഏതാ പ്രണവ് നല്ല അഭിനയിച്ചിട്ടുണ്ട്, നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്, നല്ലതായിട്ടുണ്ട്. നല്ല ഡയറക്ഷനായിരുന്നു, എനിക്ക് ഇഷ്ടമായി. വളരെ നല്ലതായിരുന്നു, നല്ലൊരു പേടിച്ചില്ല, പേടിയെന്ന് തോന്നുന്നു. നല്ല മൂവിയായിരുന്നു, പേടി അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ എന്നാലും ഓരോ മൂമെൻറ്റ്സ് വരുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നല്ല മൂവി, പ്രണവിൻ്റെ നല്ല അഭിനയമായിരുന്നു, ശരിക്കും ഇഷ്ടപ്പെട്ടു.